ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാവിഞ്ചി റിസോൾവിൻ്റെ ഫ്രീ വെർഷനിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്കിൻ സ്മൂത്ത് ചെയ്യാം. ഒരുപക്ഷെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്തായാലും നോക്കാം. നമുക്കിവിടെ ക്വാളിഫയർ ടൂൾ ഉണ്ടല്ലോ, അതെടുക്കുക. അതായത് നമ്മൾ സ്കിൻ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ക്വാളിഫയർ ആണ്. ആ ക്വാളിഫയർ ടൂൾ എടുക്കുക. എന്നിട്ട് സ്കിന്നിലൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്കിൻ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്ത ഏരിയ കാണാനായിട്ട് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ സ്കിൻ ടോൺ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിൽ, അതായത് ക്വാളിഫയറിൻ്റെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്ലർ റേഡിയസ് എന്നും പറഞ്ഞ് കാണാം. അത് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ സെലക്ട് ആയതിൻ്റെ എഡ്ജസ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ആവുന്ന നിങ്ങൾക്ക് കാണാം. കണ്ടോ? സ്മൂത്ത് ആവുന്ന കണ്ടോ? അതൊന്ന് സ്മൂത്താക്കി വയ്ക്കുക. എന്നിട്ട് ബാക്കി ഡീനോയ്സും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സ്കിൻ കുറച്ചും കൂടി നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. സ്കിൻ നല്ല രീതിയിൽ സെലക്ട് ആയി എടുത്തതിന് ശേഷം ഇവിടെ പ്രൈമറി കളർ വീൽസ് എടുക്കുക. അതിൽ ഇങ്ങനെ അറ്റത്തായിട്ട് മിഡ് ഡീറ്റെയിൽസ് എന്നും പറഞ്ഞൊരു സംഭവം കാണാം. ഇത് നൈസിനങ്ങ് മൈനസ് ചെയ്ത് കൊടുക്കുക. നോക്കിക്കോളൂ, കണ്ടോ? ഫുള്ള് മൈനസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആവുന്നുണ്ട്. അത്രയും വേണ്ട, നമുക്ക് ചെറിയ രീതിയിൽ ആവശ്യമുള്ള കണക്ക് മാത്രം സ്മൂത്ത് ചെയ്യുക. ഡീറ്റെയിൽസ് പൊക്കോണ്ടിരിക്കും കേട്ടോ അതിനനുസരിച്ച്. ഓക്കെ, ഇനി നമുക്ക് ഷിഫ്റ്റ് എച്ച് പ്രസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കിയാലോ. കണ്ടോ? അപ്പോൾ ഇത് ഓവറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോയിൽ ഫേസിലൊക്കെ ചെറുതായിട്ട് ഒരു ക്വാളിറ്റി ലോസ് നിങ്ങൾക്ക് ഫീൽ ആവും കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ട് ഉപയോഗിക്കരുത്. ക്ലോസപ്പ് വീഡിയോസിൽ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് നോക്കി ചെയ്യുക. ഒരുപാട് മിഡ് ഡീറ്റെയിൽസ് നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഔട്ട് ഫീൽ ചെയ്യും ഫേസിൽ കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് സ്കിന്നിൽ ഫുള്ള് വേണ്ട, ചില സ്ഥലത്ത് മാത്രം മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാസ്ക് ഉപയോഗിക്കാം. ഇവിടെ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റൗണ്ട് മാസ്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാസ്കിനകത്ത് വരുന്ന ഏരിയാസ് മാത്രമായിട്ട് എന്ത് പറ്റും? ഈ ഒരു എഫക്റ്റ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ് എഫക്റ്റ് ചെയ്യും. മനസ്സിലായോ? കണ്ടോ? നമ്മൾ മിഡ് ഡീറ്റെയിൽസ് മൈനസ് ചെയ്തില്ലേ, അത് ഇതിനകത്ത് മാത്രമായിരിക്കും അപ്ലൈ ആവുന്നത്. അപ്പോൾ ഈ മാസ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഈ മാസ്ക് ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് നമുക്ക് ഒരു സെക്ഷൻ മാത്രമായിട്ടൊക്കെ മാസ്ക് ചെയ്യുന്നതെന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന മറ്റ് മെത്തേഡുകളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.